പറമ്പിക്കുളം ടൈഗർ റിസർവിലെ ഫേമസ് ആയിട്ടുള്ള പഗ്മാർ ട്രയൽ എന്ന ട്രെക്കിംഗ് ആണ് നമ്മുടെ ഈ എപ്പിസോഡ്. കാട്ടിലൂടെ നടക്കുന്നതിനിടയ്ക്ക് വൈൽഡ് ഡോഗിനെയും മാനകളെയൊക്കെ കണ്ട് ഉച്ച കഴിഞ്ഞപ്പോൾ തിരിച്ചെത്തി വൈകുന്നേരത്തെ ഒരു സഫാരി എടുത്ത് കാടിനകത്തെ കാഴ്ചകളൊക്കെ കണ്ട് എന്നാൽ നമുക്കൊരു യാത്ര പോയിട്ട് വരാം. നമ്മൾ പാലക്കാട് പൊള്ളാച്ചി ആനമലൈ വഴി വന്ന് രാവിലെ 7 മണിയായപ്പോൾ തമിഴ്നാടിന്റെ ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് നമ്മളങ്ങനെ പറമ്പിക്കുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തമിഴ്നാടിന്റെ ആനമലൈ ടൈഗർ റിസർവിന്റെ ഭാഗമാണ്. ഈ കാടിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ പറമ്പിക്കുളം. അങ്ങനെ ഈ റോഡിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ കുറച്ച് കാട്ടികൾ റോഡ് സൈഡിൽ തന്നെ നിന്ന് പുല്ല് തിന്നുന്നു. രാവിലത്തെ സമയത്ത് പോയാൽ മിക്കവാറും ഇങ്ങനെ ഇവരെ റോഡിൽ തന്നെ കാണാം. റോഡ് സൈഡിൽ തന്നെ കുറച്ച് തത്തകൾ ഇരിക്കുന്നുണ്ടോ. വഴിയുടെ സൈഡിൽ ഉണ്ടായിരുന്ന തകരച്ചെടിയുടെ കായ പൊളിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവര്. ഇത് ഫീമെയിൽ പാരറ്റ് ആണ്. മെയിലിന് കഴുത്തിലുള്ള വളയം കുറച്ചും കൂടെ കളർഫുൾ ആവും. ചുണ്ടും നല്ല റെഡ് കളറാണ് മെയിലിന്. ആ മുകളിൽ ഇരിക്കുന്നത് ആൺതത്തയാണ്. ഇവരിങ്ങനെ എപ്പോഴും കൂട്ടമായിട്ട് സഞ്ചരിക്കുന്നവരാട്ടോ. കാട്ടിൽ കയറിയാൽ എപ്പോഴും തത്തകളുടെ സൗണ്ട് ഇങ്ങനെ മുഴങ്ങുന്ന കേൾക്കാം. പ്രത്യേകിച്ച് കൂട്ടമായിട്ട് പറന്നു പോകുമ്പോൾ എല്ലാം കൂടെ സൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് പോവുക. സാധാരണ ഇങ്ങനെ വണ്ടികളെയോ ആൾക്കാരെയൊക്കെ കണ്ടാൽ പറന്നു പോകാറുള്ള ഇവര് ഇന്നെന്തായാലും നമ്മുടെ തൊട്ടടുത്ത് തന്നെ വന്നിരിക്കുന്നുണ്ട്. നോക്കി നിൽക്കുന്ന സമയം കൊണ്ട് കോടമഞ്ഞ് വന്ന് മൂടുന്നു നോക്ക്. ഇതിപ്പോ തൊട്ടടുത്ത് നിൽക്കുന്ന പോലും കാണാൻ പറ്റാത്ത പോലെ ഫോഗ് വന്ന് മൂടി. ശരിക്കും രാവിലത്തെ സഫാരിയുടെ ഭംഗിയും അപകടവും ഈ കോടമഞ്ഞ് തന്നെയാണ്. മഞ്ഞത്ത് ഇങ്ങനെ പക്ഷിയോ മൃഗങ്ങളൊക്കെ നിൽക്കുന്നത് ഭംഗിയാണെങ്കിലും വണ്ടി ഓടിച്ചു പോരുമ്പോൾ തൊട്ട് മുമ്പിൽ ആന വന്ന് നിന്നാൽ പോലും അറിയില്ല. എന്തായാലും തത്തയെ നോക്കി സമയം കളയാതെ നമുക്ക് മുമ്പോട്ട് പോവാം. അങ്ങനെ കുറച്ച് മുമ്പിലേക്ക് വന്നപ്പോൾ ഘടാഘടിയനായിട്ടൊരു കാട്ടി നമ്മുടെ റോഡ് ക്രോസ് ചെയ്ത് വരുന്നു. ഇങ്ങനെയുള്ള കാഴ്ചകൾ കിട്ടാനാണ് പറമ്പിക്കുളത്തേക്ക് വരുമ്പോൾ അതിരാവിലെ തന്നെ വരണം എന്ന് പറയുന്നത്. ഇങ്ങോട്ട് ബൈക്ക് അലൗഡ് അല്ലാത്തതുകൊണ്ട് ഒന്നുകിൽ കാറിന് വരാം, അല്ലെങ്കിൽ ഒരു KSRTCയും TNSTCയും ഈ റോഡിൽ ഓടുന്നുണ്ട്, അതിൽ കയറിയിട്ടും വരാം. ബസ്സിൽ വരാനാണ് പ്ലാൻ എങ്കിൽ ഏറ്റവും നല്ലത് 6 മണിക്ക് പൊള്ളാച്ചിയിൽ നിന്ന് എടുത്തിട്ട് 6:20 ആനമല എന്ന സ്ഥലത്തെത്തുന്ന തമിഴ്നാട് ബസ്സിൽ കയറി വരുന്നതാണ്. ചെക്ക് പോസ്റ്റ് കടന്നു വരുന്ന ആദ്യത്തെ വണ്ടി മിക്കവാറും ആ ബസ് ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അനിമൽ സൈറ്റിങ്സ് നമുക്ക് കിട്ടാതിരിക്കില്ല. അങ്ങനെ കുറച്ചു ദൂരം വന്ന് നമ്മൾ വീണ്ടും കേരളത്തിലേക്ക് പ്രവേശിച്ചു. ഈ പറമ്പിക്കുളം നമ്മുടെ നെല്ലിയാമ്പതിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണെങ്കിലും പബ്ലിക്കിന് ഇങ്ങോട്ട് വരാൻ ഈ തമിഴ്നാടിന്റെ ഫോറസ്റ്റിലൂടെ മാത്രമേ പറ്റുള്ളൂ. മുതലമട ഏരിയയിൽ നിന്ന് ഡയറക്റ്റ് റോഡ് വരും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് നടക്കുമെന്ന് കണ്ടറിയണം. ഓൾറെഡി നെല്ലിയാമ്പതിയിൽ നിന്ന് പറമ്പിക്കുളത്തേക്ക് ജീപ്പിനൊക്കെ വരാൻ പറ്റിയൊരു വഴിയുണ്ടെങ്കിലും ഫോറസ്റ്റിനകത്തായതുകൊണ്ട് പബ്ലിക്കിന് ആ വഴി എൻട്രി അലൗഡ് അല്ല. അങ്ങനെ നമ്മൾ ആനപ്പാടി എന്ന സ്ഥലത്തെത്തി. ഇവിടെ വിശാലമായിട്ടൊരു കാർ പാർക്കിംഗ് സ്ഥലമൊക്കെ ഉണ്ട്. ടൂറിസം ഓഫീസൊക്കെ ഇവിടെയാണ്. നിങ്ങൾ സഫാരിക്കൊക്കെയാണ് വരുന്നതെങ്കിൽ ഇവിടെ നേരിട്ട് വന്നിട്ട് ടിക്കറ്റ് എടുക്കാം. ട്രക്കിംഗ് ഒക്കെ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് തലേ ദിവസമെങ്കിലും ഓൺലൈൻ ടിക്കറ്റ് എടുക്കുന്നതാണ് നല്ലത്. കാരണം അതിനനുസരിച്ചാണ് ഇവർക്ക് ഗൈഡിനെയൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ഓഫീസ്. ഇപ്പോൾ 8 മണി ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പോയി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു വന്ന് ഇന്നത്തെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. പഗ്മാർ ട്രെയിൽ എന്ന ഇന്നത്തെ ട്രെക്കിങ്ങിന്റെ കുറച്ച് ബേസിക് കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ പറമ്പിക്കുളത്തുള്ള ട്രെക്കിംഗ് ഓപ്ഷനിൽ ഏറ്റവും ദൈർഘ്യമുള്ള ട്രെക്കിംഗ് ഇതാണ്. രാവിലെ 9 മണിക്ക് തുടങ്ങി 12 കിലോമീറ്റർ കാടിനകത്തൂടെ നടക്കുന്നതാണ് ഈ ഒരു ദിവസത്തെ ട്രെക്കിംഗ് പ്രോഗ്രാം. തൂണക്കടവ് ഡാം വരെ ഇങ്ങനെ നമ്മുടെ സ്വന്തം വണ്ടിയും കൊണ്ട് വന്ന് ഡാമിന്റെ ഫ്രണ്ടിൽ നിന്നാണ് നമ്മൾ ട്രെക്കിംഗ് തുടങ്ങുന്നത്. 720 രൂപയാണ് ഒരാളുടെ ചാർജ്. മിനിമം 5 പേര് വേണം. ഇന്ന് മൊത്തം 10 പേരുണ്ടായിരുന്നു. 5 പേരുടെ ടീമിന് ഒരു ഗൈഡ് എന്ന രീതിയിൽ 2 ഗൈഡും കൂടെ ഉണ്ടാവും. അങ്ങനെ ഡാമിന്റെ അടുത്ത് വണ്ടി നിർത്തി നമ്മൾ ട്രെക്കിംഗ് തുടങ്ങുകയാണ്. ആദ്യം തന്നെ ഡാമിനോട് ചേർന്ന ഒരു മയിലാണ് ഇരിക്കുന്നത്.
ഈ ട്രെക്കിങ് ടോട്ടൽ 12 കിലോമീറ്റർ ആണെങ്കിലും ഹൈക്കിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പതുക്കെ നടന്നാൽ അത്ര ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യില്ല. പിന്നെ ഇത്രയും ദൂരം നടക്കണം എന്നുള്ളത് മനസ്സിൽ വേണമെന്ന് മാത്രം. ഇടയ്ക്ക് വെച്ച് വണ്ടി വിളിച്ച് പോരാനൊന്നും പറ്റില്ല. ഈ വെള്ളം കെട്ടിക്കിടക്കുന്നത് മഴ പെയ്തതൊന്നുമല്ല, ഡാമിന്റെ താഴെക്കൂടെയാണ് നമ്മൾ ഈ നടന്നു വരുന്നത്. ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണിത്. അങ്ങനെ മുമ്പോട്ട് പോയപ്പോഴാണ് പെട്ടെന്ന് സൈഡിൽ ഇതേ വൈൽഡ് ഡോഗ്. ഇതാണ് ട്രക്കിങ്ങിന്റെ കുഴപ്പം. നമ്മൾ കാണുമ്പോഴേ അവര് സ്ഥലം വിടും. ഇങ്ങനെ 2-3 സെക്കൻഡ് മാത്രമേ ഇവരെ കാണാൻ പറ്റാറുള്ളൂ. 2-3 എണ്ണത്തിന്റെ കൂട്ടമായിരുന്നെങ്കിലും നമ്മൾ അവരെ കാണുന്നതിന് മുമ്പ് അവര് നമ്മളെ കണ്ടതുകൊണ്ട് എല്ലാരും പെട്ടെന്ന് തന്നെ കാടിനകത്തേക്ക് കയറി. എന്തായാലും ആദ്യം തന്നെ വൈൽഡ് ഡോഗ് ഒരു ഐശ്വര്യമായിട്ട് കണ്ട് നമുക്ക് മുമ്പോട്ട് പോവാം. അവിടുന്ന് മുമ്പിലേക്ക് പോയപ്പോൾ ദേ കാട്ടിലൊരു കാട്ടി നിൽക്കുന്നു. നമ്മളെ കണ്ട് ആളനങ്ങാതെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. ആദ്യം ഒരെണ്ണത്തിനെ കണ്ടുള്ളായിരുന്നെങ്കിലും കുറച്ചപ്പുറത്ത് മാറി ഒരെണ്ണം കൂടെ നിന്ന് കൂളായിട്ട് പുല്ല് തിന്നുന്നുണ്ട്. ഈ ആനമലൈ പറമ്പിക്കുള്ള ഏരിയയിൽ ഇവരെ ഒരുപാട് കാണാം നമുക്ക്. അതിരാവിലെയും പിന്നെ ഈവനിങ് സമയത്തും മാത്രം കാണാറുള്ള ഈ കാട്ടുകോഴികളെ ഇത്ര അടുത്തുനിന്ന് കിട്ടാൻ നല്ല പാടാണ്. ഇത് സൂം ചെയ്തിട്ടാണ് എടുത്തത്. എന്നാലും മനുഷ്യരുടെ അനക്കം കേട്ട സ്ഥലം കാലിയാക്കുന്നവരാണ് ഈ കാട്ടുകോഴികൾ. ഇങ്ങനെ വാല് അരിവാള് പോലെ വളഞ്ഞിരിക്കുന്നത് പൂവനാണ്. അങ്ങനെ കുറച്ച് നേരം നടന്നപ്പോൾ അതേ കുറച്ച് ദൂരെ ഒരു മരത്തിൽ സർപ്പൻറ്റീകൾ ഇരിക്കുന്നു. കുറച്ച് ദൂരെ എന്ന് പറയുമ്പോൾ കുറച്ചധികം ദൂരെ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ കാണാൻ പറ്റിയുള്ളൂ. ഇത്രയും ആൾക്കാരെയൊക്കെ കണ്ടപ്പോൾ അത് പറന്നു പോവുകയും ചെയ്തു. പക്ഷെ അത് പോയപ്പോൾ ആ മരങ്ങളുടെ ഇടയിൽ ഇതേ ഒരു മ്ലാവിന്റെ കുഞ്ഞ് നടന്നു പോകണം. അതിനെ കാണാൻ അത് പോയ വഴി കയറിയപ്പോൾ ഇതേ ഒരു കാട്ടാനക്കൂട്ടം. ആഹാ, മ്ലാവിനെ കണ്ടിട്ട് ഇങ്ങോട്ട് കയറിയത് എന്തായാലും നന്നായി. 5-8 വലിയൊരു കൂട്ടമായിരുന്നു അത്. കൂട്ടത്തിലുള്ള ആ കൊമ്പൻ കൊമ്പിട്ട് കുത്തി മണ്ണ് ഇളക്കിയെടുക്കുകയാണ്. നമ്മൾ ശരിക്കും നല്ല ദൂരെയാണ് കേട്ടോ നിൽക്കുന്നത്. തേക്ക് മരങ്ങളും കുറ്റിച്ചെടികളൊക്കെ ഉള്ള സ്ഥലത്ത് ഒളിഞ്ഞിരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അതുപോലെ കാറ്റും ആനകളുടെ സൈഡിൽ നിന്ന് നമ്മുടെ അടുത്തേക്ക് ആയതുകൊണ്ട് നമ്മുടെ മണം ആനകൾക്ക് അത്ര പെട്ടെന്ന് കിട്ടൂല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ ഉള്ളത് അവരറിഞ്ഞിട്ടില്ല. അവരെ എങ്ങോട്ടേലും മാറുന്നുണ്ടോ എന്ന് നോക്കി നമ്മൾ കുറച്ചു നേരം അവിടെ തന്നെ അനങ്ങാതിരുന്നെങ്കിലും അവര് റെസ്റ്റിംഗ് മൂഡിലായതുകൊണ്ട് അവരെങ്ങോട്ടും മാറാതെ അവിടെ തന്നെ നിൽക്കുമായിരുന്നു. അപ്പോൾ അവരെ ശല്യപ്പെടുത്താതെ നമ്മൾ നടത്തം കണ്ടിന്യൂ ചെയ്തു. ഈ സൈഡിൽ നിൽക്കുന്ന മരമില്ലേ, ഇതാണ് കരിമരുത്. സാധാരണ കാടുകളിലൊക്കെ കാണാറുള്ള ഈ മരുതിന്റെ തൊലി മുതലയുടെ ശരീരം പോലെ ആയതുകൊണ്ട് ഇംഗ്ലീഷിൽ ഈ മരത്തിനെ ക്രൊക്കഡൈൽ ബാർക്ക് ട്രീ എന്നാണ് അറിയപ്പെടുന്നത്. ഈ മരത്തിന്റെ സൈഡിൽ അപ്പുറത്ത് ദേ ഒരു കരിങ്കുരങ്ങൻ ഇരിക്കുന്നു. ആശാൻ അവിടെ ഇരുന്ന് എന്തോ തിന്നുന്നത് കണ്ടപ്പോൾ ആ മരത്തിന്റെ കാ പറിച്ച് തിന്നുകയാണെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ മരത്തിന്റെ തൊലിയാണ് പുള്ളിക്കാരൻ കഴിക്കുന്നത്. ഇത് ഏത് മരത്തിന്റെ തൊലിയാണ് കുരങ്ങനെ അവിടെ ഇരുന്ന് കഴിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും പുള്ളി അവിടെ വിട്ട് നമ്മൾ മുമ്പോട്ട് നടക്കുകയാണ്. നമ്മൾ ഈ പോകുന്ന ട്രക്കിംഗ് പാത്തില് 80% തേക്ക് പ്ലാന്റേഷൻ തന്നെയാണെങ്കിലും കുറച്ച് സ്ഥലം ഇതുപോലെ തിക്ക് ഫോറസ്റ്റും ഉണ്ട് കേട്ടോ. തേക്ക് മരങ്ങൾ പൊതുവെ ചൂടായതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലത്ത് എത്തുമ്പോൾ ഒരു തണുപ്പ് ഫീൽ ചെയ്യും. നമ്മളൊരു ചെറിയ അരുവിയുടെ അടുത്തെത്തി. കാട്ടിലിങ്ങനെ പല സ്ഥലത്തും ചെറിയ അരുവികൾ കാണാം. കേട് ഇതിന്ന് കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചു. ഈ പാറകളും അതിനിടയിലൂടെ ഒഴുകുന്ന പുഴയും മൊത്തത്തിലൊരു ഭംഗിയുള്ള ഏരിയ. പക്ഷെ ഈ ഭംഗിയുള്ള ഏരിയ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് അരുവിയുടെ സൈഡിൽ മണലിൽ ദേ പക്മാർക്ക്. അതും ഇന്ന് രാവിലെ നടന്നുപോയ ഒരു മെയിൽ ടൈഗറിന്റെ കാൽപ്പാട്. കുറച്ചു മുമ്പ് ഒരു കടുവ നടന്നുപോയ സ്ഥലത്ത് കൂടെയാണ് നമ്മളിപ്പോ നടക്കുന്നത്.
നമ്മളൊരു കുറച്ച് മണിക്കൂർ ലേറ്റ് ആയി പോയതുകൊണ്ട് കടുവയ്ക്കും ഭാഗ്യമില്ല, നമുക്കും ഭാഗ്യമില്ല. ആ പോട്ടെ, എന്തെങ്കിലും ഒരിക്കലും കൈ കിട്ടുമെന്നും പറഞ്ഞ് നമ്മൾ വീണ്ടും മുമ്പോട്ട് പോവാണ്. അപ്പോഴാണ് ഈ കുളത്തിന്റെ സൈഡിൽ തന്നെ ഒരു കിങ് ഫിഷർ എന്തിനോ പിടിച്ച് തിന്നോണ്ടിരിക്കുന്നത് കണ്ടേ. കണ്ടിട്ട് അട്ടയോ വണ്ടോ അങ്ങനെ എന്തോ ആണ്. ആ, ആശാൻ കഴിച്ചിട്ട് ഏമ്പക്കം വിടുന്ന പോലെ ഒന്ന് തലയും കുടഞ്ഞു. ഇനി നിങ്ങൾ ഈ ട്രക്കിങ്ങിന് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം കേട്ടോ. പ്രധാനപ്പെട്ട കാര്യം, ഈ നടക്കുന്ന വഴി കൂടുതലും തേക്കിൻ കാട് ആയതുകൊണ്ട് വേനൽക്കാലത്ത് തേക്ക് മൊത്തം ഇല പൊഴിയുന്ന സമയമാണ്. ഈ വഴിയിലൊക്കെ വീണ് കിടക്കുന്ന ഉണങ്ങിയ തേക്കല ചവിട്ടി നടക്കുമ്പോൾ 1/2 കിലോമീറ്റർ അപ്പുറത്തേക്ക് വരെ നമ്മൾ നടക്കുന്ന സൗണ്ട് കേൾക്കാം. എത്ര ശ്രദ്ധിച്ച് നടന്നാലും സൗണ്ട് ഉണ്ടാവും. അത് കേൾക്കുമ്പോഴേ മൃഗങ്ങളൊക്കെ സ്ഥലം വിടുകയും ചെയ്യും. അതുകൊണ്ട് വേനൽക്കാലത്ത് വന്നാൽ എന്തെങ്കിലും അനിമൽസിനെ കാണാന്നുള്ള പ്രതീക്ഷ വേണ്ട. പിന്നെ വരുന്നവർ എന്തെങ്കിലും ബിസ്ക്കറ്റോ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കയ്യിലെടുക്കാൻ മറക്കരുത്. തിരിച്ചെത്തുമ്പോൾ ചിലപ്പോൾ ഒരു 3 മണിയൊക്കെ ആവാറുണ്ട്. ഒറ്റയ്ക്കൊക്കെയാണ് നടക്കുന്നതെങ്കിൽ പരമാവധി കരിയിലകളുടെ സൗണ്ട് ഒന്നും ഇല്ലാതെ നടക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇത്രയും പേര് വരുമ്പോൾ നല്ല സൗണ്ട് ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് അനിമൽ സൈറ്റിങ്സ് കിട്ടാൻ നല്ല പാടാ. നമ്മൾ ഈ നടക്കുന്ന വഴി സൈഡിലൊക്കെ ചിലപ്പോൾ പുലിയും കടുവയൊക്കെ ഉണ്ടാവും. അവർ നമ്മളെ കാണുന്നും ഉണ്ടാവും. പക്ഷെ അവർ ഒളിച്ചിരിക്കുന്നത് കാരണം നമുക്ക് അവരെ കാണാൻ പറ്റുന്നില്ല എന്ന് മാത്രം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാട്ടിലൊക്കെ കയറുമ്പോൾ അനിമൽസ് നമ്മളെ കാണുന്നതിന്റെ 10% മാത്രമേ നമുക്ക് അവരെ കാണാൻ പറ്റാറുള്ളൂ. ആ പോകുന്നത് നെല്ലിയാമ്പതി കാടിനകത്ത് താമസിക്കുന്ന ഒരു ട്രൈബൽ ഫാമിലിയാണ്. അവർക്ക് കാടിനകത്ത് കയറാൻ പ്രത്യേകിച്ച് പെർമിഷൻ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് ഏത് വഴിയും കയറിപ്പോവാം. ഒരു 3 മണിക്കൂർ നടന്നാൽ അവരുടെ ഊരിലെത്തുമെന്നാണ് ഗൈഡ് പറഞ്ഞത്. ചിലപ്പോൾ ഇവര് ഫാമിലി ആയിട്ട് ചെറിയ കുട്ടികളടക്കം ഇങ്ങനെ കാടിനകത്ത് കൂടെ നടന്നു പോകുന്നത് കാണാം. ഇതേ 2-3 കോഴിവേഴാമ്പിലിരിക്കുന്നു, ഗ്രേ ഹോൺബിൽ. സമയം ഒരു 1 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മളൊരു 10 കിലോമീറ്ററോളം നടന്നു. ശരിക്കും നടന്നു മടുത്തു എന്ന് തന്നെ പറയാം. കാരണം തേക്കടിയിലുള്ള പോലെ എവർഗ്രീൻ ഫോറസ്റ്റ് ഇവിടെ വളരെ കുറച്ചേ ഉള്ളൂ. അല്ല, ഇവിടെ എവർഗ്രീൻ ഫോറസ്റ്റ് ഉണ്ട്, പക്ഷേ ടൂറിസം ഉള്ള സ്ഥലം കുറച്ചേ ഉള്ളൂ. കൂടുതലും തേക്കിൻ തോട്ടം തന്നെ ആയതുകൊണ്ട് നല്ല ചൂടാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ടയേർഡാവും. ഇടയ്ക്ക് ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് നടക്കുന്നതെങ്കിലും 10 കിലോമീറ്റർ ആയപ്പോഴത്തേക്കും ക്ഷീണിച്ചു. ശരിക്കും ഇങ്ങോട്ട് റെയിനിങ് സീസണിൽ വരുന്നതാണ് നല്ലത്. അങ്ങനെ കുറച്ചും കൂടെ നടന്ന് ഒരു 2 മണി ആയപ്പോഴത്തേക്കും നമ്മൾ തൂണക്കടവ് ഡാമിന്റെ ഓപ്പോസിറ്റ് സൈഡ് എത്തി. ഈ ഡാമിന്റെ ആ അറ്റത്താണ് നമ്മുടെ വണ്ടി നിർത്തിയേക്കുന്നത്. ഉച്ച സമയമായതുകൊണ്ട് നല്ല വെയിലും ഉണ്ട്. ഇപ്രാവശ്യത്തെ മഴ ഇവിടുത്തെ ഫോറസ്റ്റ് ഏരിയയിലൊക്കെ നന്നായിട്ട് പെയ്തുകൊണ്ട് ഈ തൂണക്കടവ് ഡാമിലും പറമ്പിക്കുളം ഡാമിലൊക്കെ ഓൾമോസ്റ്റ് ഫുള്ളായിട്ട് വെള്ളമുണ്ട്. ഇപ്പോൾ ഈ ഡാമിന്റെ അകത്തൊരു ഐലൻഡ് പോലെ കണ്ടാവും. അതാണ് പെരുവരി ഐലൻഡ്. ആ ഐലൻഡിനകത്ത് ഒരു സ്റ്റേ പാക്കേജ് ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തെത്തി, വണ്ടി എടുത്ത് ആനപ്പാടി എത്തി, ഫുഡും കഴിച്ച് ഇവിടുത്തെ ലാസ്റ്റ് സഫാരിക്ക് കയറി. ഒരാൾക്ക് 400 രൂപയാണ് സഫാരി ചാർജ്. 3 മണിക്കൂറോളം ഉണ്ടാവും ഒരു സഫാരി. സഫാരിക്ക് 23 സീറ്റുള്ള മിനി ബസ് ആണ് ഉള്ളതെങ്കിലും ഒരു 15 ടിക്കറ്റ് ഒക്കെ ആയി കഴിഞ്ഞാൽ വണ്ടി എടുക്കും. അതുപോലെ 3 മണിയാണ് സഫാരിയുടെ ലാസ്റ്റ് ടൈം. ഒരു 2 മണിക്ക് മുമ്പെങ്കിലും നമ്മൾ സ്ഥലത്തെത്തിയാലേ ടിക്കറ്റ് കിട്ടുള്ളൂ. 3 മണി എന്നൊക്കെ പറയുമ്പോൾ നല്ല വെയിലായതുകൊണ്ട് ഒരു 4:30-5 മണി വരെ എന്തെങ്കിലും സൈറ്റിങ്സ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയെ വേണ്ട. ഇവിടുത്തെ സഫാരി എന്ന് പറയുമ്പോൾ കുറച്ച് ദൂരം നേരെ റോഡിലൂടെ വന്നിട്ട് തൂണക്കടവ് ഡാമിന്റെ അവിടെ നിന്ന് നേരെ കന്നിമരത്തേക്ക് കാണാൻ പോയിട്ട് തിരിച്ച് അതേ റൂട്ടിൽ വന്ന് പറമ്പിക്കുളം ഡാം വരെ പോയി തിരിച്ച് ആനപ്പാടിയിൽ എത്തുന്നതാണ് ഒരു സഫാരി. അപ്പോഴേക്കും 3 മണിക്കൂറാവും. ഇവിടെയുള്ള ഓരോ ഡാമും വ്യൂ പോയിന്റും കന്നിമരത്തേക്കും ഒക്കെ ഓരോ വീഡിയോയിലും കാണിച്ചിട്ടുള്ളതുകൊണ്ട് വീണ്ടും കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. എന്തെങ്കിലും അനിമൽ സൈറ്റിങ്സ് ഒക്കെ കിട്ടുമോ എന്നുള്ളതാണ് പ്രധാന നോട്ടം.
പിന്നെ ഇവിടെ ഈ ബസ് സഫാരി മാത്രമേ ഉള്ളൂ കേട്ടോ, ജീപ്പ് സഫാരിക്കുള്ള ഓപ്ഷൻ ഇല്ല. അല്ല, അത് ഇവിടെ നിന്നല്ല, കേരളത്തിൽ ഒരു ഫോറസ്റ്റിലും അനിമൽസിനെ കാണാനുള്ള ഉദ്ദേശത്തിൽ അനിമൽ ട്രാക്കിംഗ് ഒക്കെ ചെയ്ത് സഫാരി കൊണ്ടുപോകുന്ന ഏർപ്പാടൊന്നുമില്ല. മാക്സിമം ആൾക്കാരെ കൊള്ളാവുന്ന പോലെ ഒരു വലിയ ബസ് ഒരു റൂട്ടിൽ പോയി തിരിച്ചു വരുന്ന ഏർപ്പാട് മാത്രമാണ് വയനാടായാലും ഇവിടെ ആയാലും തേക്കടിയും സൈലന്റ് വാലിയും അങ്ങനെ കേരളത്തിലെ ഫോറസ്റ്റുകളിലും ഒക്കെ ഉള്ളൂ. അതുകൊണ്ട് കേരളത്തിനകത്ത് സഫാരിക്ക് പോയിട്ട് എന്തെങ്കിലുമൊക്കെ അനിമൽ സൈറ്റിങ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ചില്ലറ ഭാഗ്യമൊന്നും പോരാ. അങ്ങനെ തൂണക്കടവ് ഡാമിന്റെ സൈഡിൽ എത്തിയപ്പോൾ ദേ ഒരു കരിങ്കുരങ്ങനെ ഇരിക്കുന്നു. ഡാമിന്റെ സൈഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു മരക്കൊമ്പിൽ ഇരുന്ന് ഇല പറിച്ച് കഴിക്കുകയാണ് നീൽഗിരി ലങ്കൂർ എന്ന ഈ കരിങ്കുരങ്ങൻ. അങ്ങനെ വെയിലൊക്കെ ഒന്ന് ആറി തുടങ്ങിയതോടെ ഇങ്ങനെ മാനിനെയൊക്കെ വഴി സൈഡിൽ തന്നെ കാണാൻ തുടങ്ങി. മാനിനെ കാണുന്നത് അപ്പോൾ അത്ര വലിയ സംഭവമൊന്നും അല്ലെങ്കിലും വെയിലൊക്കെ മാറി വൈകുന്നേരം ആയതുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് റോഡ് സൈഡിലേക്ക് ഇറങ്ങാൻ തുടങ്ങി എന്നുള്ളതൊരു പ്രതീക്ഷയാണല്ലോ. ഈ നീൽഗിരി ലങ്കൂർ ഒന്നെങ്കിൽ മരത്തിൽ നിന്ന് വീണതാണ്, അല്ലെങ്കിൽ എന്തോ അപകടം പറ്റിയതോ രോഗം വന്നതോ ആവാം. എണീക്കാൻ വയ്യാതെ വഴിയുടെ സൈഡിൽ കിടക്കുമായിരുന്നു. അയ്യോ പാവം എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ഇന്ന് രാത്രി ഇതിനെ ഒരു പുലിയോ കടുവയോ വൈൽഡ് ഡോഗോ ഒക്കെ കാണുന്നത് വരെ ഇവന് ആയുസുള്ളൂ. അങ്ങനെ അവിടുന്ന് മുമ്പോട്ട് വന്ന് പറമ്പിക്കുളം ടൗൺ എത്തുന്നതിന് മുമ്പ് ലെഫ്റ്റ് സൈഡിൽ ചെറിയൊരു കുളമുണ്ട് കേട്ടോ. അവിടെ 2-3 കരിങ്കുരങ്ങന്മാർ ഇരിപ്പുണ്ട്. വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ അനിമൽസ് വരാറുള്ള സ്ഥലമാണിത്. മിക്കവാറും ആനയോ കാട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ ഏരിയയിൽ നിന്ന് കാണാറുണ്ട്. കരിങ്കുരങ്ങൻ മാത്രമല്ല, കുറച്ച് അപ്പുറത്തായിട്ട് 2 മ്ലാവും റെസ്റ്റ് എടുക്കുന്നുണ്ട്. നമ്മൾ അവിടുന്ന് വീണ്ടും മുമ്പോട്ട് പോയി നേരെ പറമ്പിക്കുളം ടൗൺ എത്തി. ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ടൗൺ. 5-6 കടയും പോസ്റ്റ് ഓഫീസും റെസ്റ്റോറൻറ്റും ഒരു പോലീസ് സ്റ്റേഷനും ഒക്കെയുള്ള ചെറിയൊരു ടൗൺ. കുറച്ച് കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുള്ളതുകൊണ്ട് അവർക്കുള്ള ഒരു ആശ്വാസം ഇവിടെയുള്ള ഈ കച്ചവടമാണ്. ഇവിടെ നിന്ന് ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ച് അത് കഴിഞ്ഞ് ഇവിടുന്ന് തൊട്ടടുത്തുള്ള ഡാമിലും പോയി തിരിച്ച് നമ്മൾ നേരത്തെ കണ്ട കുളത്തിനടുത്തെത്തി. നേരത്തെ കണ്ട മ്ലാവ് തന്നെയാണ് ഇവിടെ ഉള്ളതെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ ഇത് കൊമ്പൊക്കെയുള്ള മെയിലാണ്. പിന്നെ നോക്കിയപ്പോഴാണ് അപ്പുറത്ത് വേറെ ഫീമെയിൽ മ്ലാവും ഉണ്ട്. നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ച പോലെ തന്നെ മ്ലാവിന്റെ പുറകിലും മുകളിൽ ദേ ഒരു കാട്ടി നിൽക്കുന്നുണ്ട്. അപ്പൊ പിന്നെ അതും വെള്ളം കുടിക്കാൻ ഇറങ്ങി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. നേരത്തെ 2 സാമ്പാർ ഡിയർ ഉണ്ടായിരുന്നത് ഇപ്പൊ 3 ഉണ്ട് കേട്ടോ. നേരത്തെ കണ്ട കാട്ടി പതുക്കെ കുളത്തിനടുത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. പക്ഷെ അത് ഒന്നായിരുന്നില്ല കേട്ടോ. കാടിനകത്ത് വേറെ 3-4 അതിന്റെ പുറകിലായിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മയിലും രംഗപ്രവേശനം ചെയ്തു. ഒരു മെയിലും അതിന്റെ പുറകെ 2-3 ഫീമെയിലും ഉണ്ട്. എന്നാ പിന്നെ ആ മയിലൊന്ന് പീലി വിരിച്ച് ആടി എങ്ങനെയുണ്ടാവും? ആഹാ, അതാണ് കാട്ടിയും മ്ലാവും പീലി വിരിച്ചാടുന്ന മയിലും. എന്നാലും പുള്ളിക്കാരൻ ഇവിടെ പീലിയും വിരിച്ച് ഡാൻസ് കളിച്ചിട്ടും അതൊന്നും നോക്ക് പോലും ചെയ്യാതെ കലാബോധമില്ലാത്ത മ്ലാവും കാട്ടിൽ നിന്ന് പുല്ല് തിന്നുന്നുണ്ടാവും. അവര് പോട്ടെ, ആ പെൺമയില് പോലും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് ആലോചിക്കുമ്പോഴാ. ആ മ്ലാവും കാട്ടിയും മയിലും ഒക്കെ കുളത്തിന്റെ സൈഡിൽ നിൽക്കുമ്പോൾ തന്നെ ദേ റോഡിലൂടെ വേറൊരു മ്ലാവ് ക്രോസ് ചെയ്തു പോണു. ചിലപ്പോൾ നമ്മൾ ആദ്യം അങ്ങോട്ട് പോയപ്പോൾ കുളത്തിന്റെ സൈഡിൽ ഉണ്ടായിരുന്നവരായിരിക്കും. പക്ഷെ ആ ട്രാവലർ എങ്ങനെ കാടിനകത്തേക്ക് വന്നു എന്നുള്ളത് സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നോർമലി പ്രൈവറ്റ് വണ്ടികളൊന്നും കാടിനകത്തേക്ക് അലൗഡ് അല്ല. എന്നാൽ ഇങ്ങനെ ഒരു വണ്ടി ഫുൾ ആൾക്കാർ സഫാരി എടുക്കാൻ വന്നാൽ അവർക്ക് സഫാരിക്ക് പോകാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വണ്ടി ഇവിടെ അവൈലബിൾ അല്ലെങ്കിൽ ഇങ്ങനെ സ്വന്തം വണ്ടിയിൽ സഫാരി പോകാൻ അലോ ചെയ്യാറുണ്ട്. ഒരു ഗൈഡും നമ്മുടെ കൂടെ ആ വണ്ടിയിൽ കയറുന്നു മാത്രം. പക്ഷെ അപ്പോഴും നമ്മൾ സാധാരണ പോലെ ടിക്കറ്റ് എടുക്കണം കേട്ടോ.
കേരളത്തിൽ ഇപ്പോൾ 2 ടൈഗർ റിസർവ് ആണല്ലോ ഉള്ളത്. ഒന്ന് ഈ പറമ്പിക്കുളവും പിന്നെ പെരിയാറും. ഇതിൽ കാട് കാണാൻ ഒന്നുകൂടെ ഭംഗി പെരിയാറാണെങ്കിലും ബിഗ് ക്യാറ്റ്സിന്റെ സൈറ്റിങ്സിന് ചാൻസ് പറമ്പിക്കുളത്താണ് കൂടുതൽ. ഈ ട്രക്കിങ്ങിന് പോകുമ്പോൾ നമ്മൾ അവരിയ്ക്കുന്നതിന്റെ അടുത്ത് എത്തിയാൽ പോലും ഈ കടുവയും പുലിയൊക്കെ ഓടി പോകുന്നതുകൊണ്ട് കാണാൻ ചാൻസ് കുറവാണ്. എന്നാൽ സഫാരിക്ക് പോകുമ്പോൾ ചെറിയ സാധ്യതയുണ്ട്. മാസത്തിൽ 2-3 പ്രാവശ്യം ഇവിടുന്ന് ടൈഗറിന്റെയോ ലെപ്പേർഡിന്റെയോ ഒക്കെ സൈറ്റിങ്സ് കിട്ടാറുണ്ട്. എന്നാൽ തേക്കടിയിൽ ഇവരെ വളരെ റെയർ ആയിട്ട് മാത്രമേ കാണാറുള്ളൂ. അങ്ങനെ സമയം ഒരു 5:30 ആയി തുടങ്ങിയപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. 3 മണി മുതൽ 6 മണി വരെയാണ് ലാസ്റ്റ് സഫാരിക്കുള്ള സമയം. 6 മണിക്ക് ആനപ്പാടി സഫാരി സെന്ററിൽ എത്തണം. പോകുന്ന വഴിക്ക് ദേ ഒരു മയിൽ ഫാമിലി റോഡ് ക്രോസ് ചെയ്യുന്നു. 1, 2, 3, 4, 8 എണ്ണങ്ങളുണ്ട് മൊത്തം. ഈ മയിൽക്കൂട്ടത്തിന് പകരം വല്ല പുലിയോ കരടിയോ ഒക്കെ ആയിരുന്നെങ്കിലോ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചു പോകുന്നു. തൂണക്കടവ് ഡാം എത്തിയപ്പോൾ ചെറിയ ചങ്ങാടവും തുഴഞ്ഞ് മീൻ പിടിക്കാൻ പോണത് കണ്ടോ. ഇവിടുന്ന് മീൻ പിടിച്ചാൽ വിൽക്കാൻ വേണ്ടിയിട്ട് ആനമലയിലൊക്കെ പോകേണ്ടി വരും. അതുകൊണ്ട് കൂടുതലും ഇവർ തന്നെ ഉപയോഗിക്കുകയാണ് ചെയ്യുക. ഇവരിങ്ങനെ രാത്രി വലയിട്ട് വെച്ചിട്ട് രാവിലെ വന്ന് അത് എടുക്കാറാണ് പതിവ്. സൂര്യൻ അസ്തമിക്കാറായതോടെ മൃഗങ്ങളെയൊക്കെ കാണാൻ കാടിനകത്ത് പോയി നോക്കണ്ട എന്നുള്ള അവസ്ഥയായി. ഇഷ്ടം പോലെ അനിമൽസ് റോഡ് സൈഡിൽ തന്നെ വന്ന് നിൽക്കാൻ തുടങ്ങി. ഇഷ്ടം പോലെ എന്നൊക്കെ പറയുമ്പോൾ മാനും മ്ലാവും കാട്ടിയൊക്കെ ഉള്ളൂ കേട്ടോ. ഇതിനു മുമ്പും നമ്മൾ ഈ സഫാരിയിലും ആനകളെയൊക്കെ കണ്ടെങ്കിലും ഇങ്ങനെ അടുത്തുനിന്ന് ഇത്ര എണ്ണത്തിനെ നേരത്തെ കിട്ടിയില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ സഫാരി അവസാനിക്കാറായപ്പോൾ ദേ നിൽക്കുന്നു റോഡ് സൈഡിൽ കാട്ടി. ആക്ച്വലി ലൈറ്റ് ഒക്കെ കുറഞ്ഞു തുടങ്ങിയാൽ പിന്നെ ഇവരുടെ സമയമാണ്. ഒരു പേടിയില്ലാതെ നിൽക്കുന്നത് കാണാം. അല്ലെങ്കിൽ എപ്പോഴേ ഓടേണ്ട സമയം കഴിഞ്ഞു. എന്തായാലും നമ്മുടെ സഫാരിയുടെ സമയവും കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്തൊരു സ്റ്റോറിയിൽ വീണ്ടും കാണാം. ബൈ.